ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് യൂസിങ് വീറ്റ്സൺ ബ്രിഡ്ജ്. അപ്പോൾ വീറ്റ്സൺ ബ്രിഡ്ജും കെൽവിൻ ബ്രിഡ്ജും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണ് എന്നൊക്കെയുള്ളതാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ ജസ്റ്റ് ഈ ഡയഗ്രം കണ്ടല്ലോ, ഈ ഒരു ഫിഗർ കണ്ടല്ലോ, ഈ ഫിഗർ ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെന്ന് പറയുന്നത് വീറ്റ്സൺ ബ്രിഡ്ജിൻ്റെ പാനലാണ്. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറയുമ്പോൾ അതാണ്ട് സംഭവം എന്തുകൊണ്ട്, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഇപ്പോഴത്തെ രണ്ട് സൈഡ് എക്സ്റ്റേണൽ ഗാൽവനോമീറ്റർ. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ വീറ്റ്സൺ ബ്രിഡ്ജിനകത്ത് ഇൻബിൽറ്റായിട്ട് തന്നെ ഗാൽവനോമീറ്റർ ഉണ്ട്. സോ ഈ കാണിച്ചേക്കുന്ന ജി എന്ന് പറയുന്നതാണ്, ഇതാണ്ട് ഈ കാണിച്ചേക്കുന്ന ജി ആണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ എക്സ്റ്റേണൽ ഇൻബിൽറ്റ് ഇല്ല, നമുക്ക് എക്സ്റ്റേണലി കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ എക്സ്റ്റേണൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന പൊസിഷൻ ഉണ്ട്. സോ ഗാൽവനോമീറ്ററിന് രണ്ട് ടെർമിനൽ, ആ രണ്ട് ടെർമിനൽ നമ്മളിവിടെ രണ്ടും കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്റ്റേണലായി. അപ്പോൾ നമ്മൾ നോക്കിക്കാം, അവിടെ താഴെ ജി എന്ന് പറയുന്നൊരു സ്വിച്ച് കണ്ടോ, ആ ജി എന്ന് പറയുന്ന സ്വിച്ചിനകത്ത് ഇൻറ്റേർണലുണ്ട് എക്സ്റ്റേണലുണ്ട്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണലി ഉണ്ടായതുകൊണ്ട് ആ സ്വിച്ച് മേലോട്ട് ട്വിഡൽ ടൈപ്പ് സ്വിച്ചാണ്, അത് മേലോട്ട് ഇടുക. എക്സ്റ്റേണലിയാണ് കണക്ട് ചെയ്തതെന്ന് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് താഴോട്ടിടുക. സോ ഇത് ഇൻറ്റേർണലിയാണ്, സോ നമ്മൾ സ്വിച്ച് എപ്പോഴും മേലോട്ട് തന്നെ ഇടുക. ഇനിയുള്ളതെന്ന് പറയുമ്പോൾ രണ്ട് സെക്ഷൻസ് ഉണ്ട്, കെ ജിയും കെ ബിയും. അതെന്ന് പറയുന്നത് നമ്മൾ ഒന്ന് കോഴ്സും ഒന്ന് ഫൈനും എന്ന് പറയുന്നത് നമ്മൾ ട്യൂണിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പുറത്തത് മിനിമം ടു മാക്സിമം സെൻസിറ്റിവിറ്റി ഉണ്ട്. സോ നമ്മളതൊരു മീഡിയമായിട്ട്, മീൻസ് മാക്സിമം അല്ല മിനിമം അല്ല, ഒരു മിഡിൽ വാല്യൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഇനി എന്ന് പറയുന്നത് കുറച്ച് ഡയലുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് മൾട്ടിപ്ലെയർ ഉണ്ട്. സോ മൾട്ടിപ്ലെയർ എന്ന് വെച്ചാൽ ഓക്കെ 1.101 100 10 100 1000 അങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെ മൾട്ടിപ്ലെയർ ഉണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ 4 സീരീസ് ആംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് 100-ൻ്റെ ഉണ്ട്, ഒന്ന് 1-ൻ്റെ ഉണ്ട്, ഒന്ന് 10-ൻ്റെ ഉണ്ട്, ഒന്ന് 1000-ൻ്റെ ഉണ്ട്. ഇനിയിപ്പോൾ എക്സ്റ്റേണൽ ബാറ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങേ അറ്റത്തെ ടെർമിനലിൽ കണക്ട് ചെയ്യും. ഇവിടെ എക്സ്റ്റേണൽ ബാറ്ററി അല്ല, ഇൻറ്റേർണലി തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് കണക്ഷൻ വേണ്ട. ഇനി നമ്മൾ റെസിസ്റ്റൻസ് അല്ലേ മെഷർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തിൻ്റെ റെസിസ്റ്റൻസ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് ഏതാ, വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. വോൾട്ട് മീറ്ററിന് യൂഷ്വലി മീഡിയം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ്. സോ വീറ്റ്സൺ ബ്രിഡ്ജ് മെഷർ ചെയ്യുന്നത് മീഡിയം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ്. സോ വോൾട്ട് മീറ്ററിനെയാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. സോ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യണമെങ്കിൽ നിങ്ങൾ വോൾട്ട് മീറ്റർ എടുക്കുക. ആ വോൾട്ട് മീറ്ററിൻ്റെ 10 ടെർമിനൽസ് എടുത്തിട്ട് ഈ RX എന്ന് പറയുന്ന ഏത് ഡിവൈസ് ആണോ ആ ഡിവൈസിനെ എവിടെ കണക്ട് ചെയ്യണം, RX കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കണക്ഷൻ. എന്ത് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുമ്പം എല്ലാം 0 പൊസിഷനാണോ നോക്കുക. എന്ന് വെച്ചാൽ മൾട്ടിപ്ലെയർ ആയാലും സീരീസ് ആംസ് എല്ലാം ഫസ്റ്റ് 0 പൊസിഷനിലായിരിക്കണം. സെൻസിറ്റിവിറ്റി ായിരിക്കണം. പിന്നെ ബാറ്ററി ഗാൽവനോമീറ്റർ ചെക്ക് ചെയ്യുക. ഗാൽവനോമീറ്റർ ഇൻറ്റേർണൽ ആണെങ്കിൽ ഇൻറ്റേർണൽ സ്വിച്ചിലോട്ട് ഇടുക. ദെൻ ഏത് എക്യുപ്മെൻ്റ് ആണോ ആ എക്യുപ്മെൻറ്റ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഗാൽവനോമീറ്റർ ഇൻറ്റേർണൽ ഇടുക. പിന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ആ ഡിവൈസ് ഈ RX എന്ന് പറയുന്ന ടെർമിനലിലോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ മാറും. സപ്പോസ് അത് ആ പത്തി വന്നിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എയിം എന്ന് വെച്ചാൽ വീറ്റ്സൺ ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുക. വീറ്റ്സൺ ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡിഫ്ലക്ഷൻ്റെ വാല്യൂ 0 ആക്കുക. ഡിഫ്ലക്ഷൻ 0 ആക്കുന്നതിനെ പറയുന്നതാണ് ബാലൻസിങ് ഓഫ് ദ ബ്രിഡ്ജ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരു മൾട്ടിപ്ലെയർ 10-ലോട്ട് ഇടുക. മൾട്ടിപ്ലെയർ എന്ന് പറയുമ്പം ഇവിടുത്തെ ഈ നോബ്, ഓക്കെ മനസ്സിലായല്ലോ. ഇവിടുത്തെ നോബ് 10-ലിട്ടിട്ട് വി ആർ അഡ്ജസ്റ്റിംഗ് 4 ആംസ്, X1 X2 X3. ഇപ്പോൾ ഓരോന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിലിട്ടിട്ട് ഡിഫ്ലക്ഷൻ 0 ആവുമെന്ന് നോക്കുക. ഡിഫ്ലക്ഷൻ 0 ആവുന്നതെന്ന് നോക്കുന്നതെന്ന് വെച്ചാൽ ഈ KGയും KFും കൂടെ ഒരുമിച്ച് ഞെക്കണം. ഈ KGയും KFും ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഡിഫ്ലക്ഷൻ 0 മാറി 0. ഇപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് 0 കിടക്കും. 0 നിങ്ങൾ നിൽക്കുമ്പോൾ ഡിഫ്ലക്ഷനോട്ട് പോകും. സംഭവം ആക്ച്വലി 10 കിടക്കുമെന്നല്ല, അതല്ല മീനിങ്. നിങ്ങളിപ്പോൾ ആദ്യം നിങ്ങൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ KGയും KBയും കൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഡിഫ്ലക്ഷൻ അവിടുന്ന് മാറും. അങ്ങനെ മാറില്ല. ആ പോയിൻ്റ് ഒരു 0-യിൽ തന്നെ ഉറച്ച് നിൽക്കുന്ന ഏത് വാല്യൂ ആണോ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഈ K1 K2 ഈ X1 10 100 1000 എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓരോ പോയിന്റിലോട്ട് മാറ്റിയിട്ടിട്ട് എന്ത് ചെയ്യുക, KGയും KFും നോക്കുക. അപ്പോൾ നിങ്ങൾ ഒരു വാല്യൂ ഇടുമ്പോൾ നിങ്ങൾ KGയും KFും നിൽക്കുമ്പോൾ ഡിഫ്ലക്ഷൻ അവിടെ തന്നെ ഉറച്ച് നിൽക്കും, മാറത്തില്ല. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് റീഡിങ്. ഇതേ റീഡിങ് നിങ്ങൾ 10 മൾട്ടിപ്ലയർ ഇട്ടെങ്കിൽ 100 മൾട്ടിപ്ലയർ ഇടുക. സെയിം പ്രൊസീജിയർ KG KF എല്ലാം ഒന്ന് മാറ്റിയിട്ടിട്ട് ഡിഫ്ലക്ഷൻ നോക്കുക. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നിങ്ങൾ X1 2-ലിട്ടു,
100 10-ലിട്ടു, 1000 3-ലിട്ടു, 10 2-ലിട്ടു നോക്കുമ്പോഴത്തേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ഏതെങ്കിലും നിങ്ങൾക്ക് 4 ഒരുമിച്ച് മാറ്റാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാറ്റുമ്പോൾ നിങ്ങൾക്ക് മാറുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഏത് പൊസിഷനിലാണോ 0 ഡിഫ്ലക്ഷൻ ആവുന്നത്, 0യിൽ നിന്ന് മാറാത്ത ആ റീഡിംഗ് ആണ് എടുക്കേണ്ടത്. ഇതാണ് ആ ടാബുലാ കോളത്തിൽ എൻട്രി ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു 2-3 റീഡിംഗ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് പ്രൊസീജിയർ. ഓക്കെ.